ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ചെറുപയർ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് തേങ്ങ അരച്ച് ചേർക്കാത്തൊരു ചെറുപയർ കറിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെറുപയർ കറിയാണിത്. അപ്പോൾ ഇത് ചോറിനോടൊപ്പം മാത്രമല്ല അപ്പത്തിനോടും പുട്ടിനോടൊപ്പം ഒക്കെ ബെസ്റ്റ് കോംബോ ആയിട്ട് വരുന്നൊരു ചെറുപയർ കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് ഈ ചെറുപയർ കറി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ചെറുപയർ കറി വയ്ക്കാനായിട്ട് ആദ്യമായിട്ട് ഒരു 250 ml കപ്പിന് 1 കപ്പ് ചെറുപയർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഇതാ കഴുകിയെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു കുക്കർ എടുക്കുക. അതിലേക്ക് നമ്മൾ കഴുകിയ പയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ പയറെടുത്ത ഏത് അളവ് പാത്രമാണോ അതിലേക്ക് 3 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പയറെടുത്ത കപ്പിൽ തന്നെ 3 കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പയറിലേക്ക് 3 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കിയിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5 വിസിൽ കേക്ക് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കുക്കറിൻ്റെ അടപ്പ് വെച്ചൊന്ന് അടച്ചിട്ട് നമുക്ക് നേരെ ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓണാക്കുക. ഒരു 5 വിസിൽ കേൾക്കട്ടെ. അപ്പോൾ ഇത് 5 വിസിൽ കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ ആവിയൊക്കെ ഒന്ന് അടങ്ങിയതിന് ശേഷം നമുക്ക് പയർ എന്തായെന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ പയർ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. കറക്റ്റ് വെള്ളമൊക്കെ ആയിരുന്നു. ഇത് നമുക്കങ്ങോട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായി ഒരു സോസ് പാൻ അടുപ്പത്ത് വയ്ക്കുക. ഇതൊന്ന് ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ചെറുപയർ വെച്ചുകൊണ്ടുള്ള പരിപ്പ് കറിക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോൾ ഇതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. ഇനി ഫ്ലേവറിന് വേണ്ടി കുറച്ച് ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ജീരകം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കടുക് താളിക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇതാ ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 4-5 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 2-3 വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2-3 പച്ചമുളകും കൂടി നെടുകെ കീറിയത് അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് വെളുത്തുള്ളിയും നമ്മുടെ മുളകും എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില കുറച്ചധികം ഇടുന്നത് നല്ലതാണ് കേട്ടോ. ഈ കറിക്ക് കറിവേപ്പിലയുടെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കുന്നത് നല്ലതാണ്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് സവാള എല്ലാം നന്നായിട്ട് വഴന്ന് കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സവാളയെല്ലാം നന്നായിട്ട് ഒരു ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി. അത് കാശ്മീരി മുളക് പൊടിയാണ്. അല്ലാതെ
മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇതിൽ കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കൂടുതലായാൽ പരിപ്പ് കറിയുടെ ടേസ്റ്റ് മാറിപ്പോകും. അപ്പോൾ 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ചെറുതായി അരിഞ്ഞത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടണം. അപ്പോൾ ചെറുതായിട്ട് വഴന്ന് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റോളം നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ടൊമാറ്റോയൊക്കെ നന്നായിട്ട് വഴന്ന് വന്ന് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ സമയം നമുക്ക് വേവിച്ച് വെച്ച പയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നുകൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ച പയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഇളക്കി ഒന്ന് മിക്സ് ആക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 2 കപ്പ് വെള്ളം ഞാൻ ദാ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. അപ്പോൾ അതാ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ആദ്യം ഞാൻ മാറ്റിയതിന് ശേഷം പിന്നെ അതും കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ മൊത്തം 2 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കണം. ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കിയതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ എന്താ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. 15 മിനിറ്റിനിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുതേ. അപ്പോൾ ഒന്ന് ഞാൻ ദാ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. മല്ലിയില ഇഷ്ടമല്ലാത്തവർ ഇട്ട് കൊടുക്കേണ്ട കേട്ടോ. തികച്ചും ഓപ്ഷണലാണ്. മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അടച്ച് വയ്ക്കുക. നമ്മുടെ പരിപ്പ് കറി ഒന്നും കൂടി കുറുവി കിട്ടാനുണ്ട്. അപ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ട് ബാക്കി ഒരു 5-6 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒരു 2-3 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇട്ട് കൊടുത്ത കറക്റ്റ് എരിവാണ് കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ പരിപ്പ് കറി ഒരു 15 മിനിറ്റൊക്കെ ആയപ്പോൾ നന്നായിട്ട് വെന്ത് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഇതൊന്ന് എണ്ണ തെളിയാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ പരിപ്പ് കറിയുടെ ചൂടൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട്. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പരിപ്പ് കറിയാണിത്. ഇത് ചോറിനോടൊപ്പം മാത്രമല്ല അപ്പത്തിനോടും പുട്ടിനോടൊപ്പമൊക്കെ ബെസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. കൊച്ചുമക്കൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും ഈ കറി. കണ്ടില്ലേ, നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പരിപ്പ് കറിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ വെച്ചുകൊണ്ടുള്ള തേങ്ങ അരച്ച് ചേർക്കാത്ത പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വളരെ ടേസ്റ്റിയാണ്.
ഇത് ചോറിനോടൊപ്പം മാത്രമല്ല പുട്ടിനോടൊപ്പം അപ്പത്തിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്കെത്തും. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്